ഹായ് ഫ്രണ്ട്സ്, ഇന്നൊരു ഷോപ്പിങ്ങിന് പോണ കഥയാണ് കേട്ടോ. അപ്പോൾ ഞാനും അച്ഛൻ സുനിയേട്ടനും കൂടിയിട്ട് അവൻ്റെ ഹെയർ ഒന്ന് കട്ട് ചെയ്യണം. അപ്പോൾ ഞങ്ങൾ കുറച്ച് ഷോപ്പിംഗ് കാര്യങ്ങളുണ്ട്, പിന്നെ ഒരു മൂവി കാണുകയും ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുക. എവിടെ നിന്നാലും ശോഭ സിറ്റി പോകാമെന്ന് വിചാരിച്ചു, തൃശ്ശൂർ. അപ്പോൾ കണ്ടില്ലേ, എൻ്റെ നെയിൽ ഫിക്സൊക്കെ ചെയ്തിട്ട് നല്ല ഭംഗിയില്ലേ നെയിൽ ആർട്ട് കാണാനും. അങ്ങനെ ഞങ്ങൾ 3 പേരും കൂടിയിട്ട് പോവുകയാണ് കേട്ടോ. ആദ്യം നെസ്റ്റോ പോവാമെന്ന് വിചാരിച്ചു, പക്ഷേ അവിടെ നിന്ന് പറഞ്ഞ് മമ്മി ഇവിടെ വേണ്ട, ശോഭ സിറ്റി പോയിട്ട് വെട്ടാന്ന് പറഞ്ഞു. അപ്പോൾ അവനവിടെ കുറച്ച് കളിക്കും ചെയ്യുക, എൻജോയ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് അങ്ങനെ ഞങ്ങൾ പോയത്. എന്തായാലും നാട്ടിൽ വന്നല്ലേ, അവൻ്റെ ആഗ്രഹമല്ലേ എന്ന് വിചാരിച്ച് ഞങ്ങൾ ശോഭ സിറ്റി പോയി. അപ്പോൾ ഈ വൈകുന്നേരം നേരത്താണ് കേട്ടോ പോയത്. ഒരു അത്യാവശ്യം ക്രൗഡും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ ശോഭ സിറ്റിയിലെത്തി. ഈ ചെറുങ്ങനൊരു ചാറ്റൽ മഴയുടെ ഒരു ഇതുണ്ടായിരുന്നു. പിന്നെ അതങ്ങോട്ട് പോയി കുഴപ്പമില്ലാണ്ട് തന്നെ. പിന്നെ അവിടെ ഞങ്ങൾ അതിൻ്റെ ഉള്ളിലേക്ക് പോവുകയാണ്. അവിടെ നിന്ന് വണ്ടിയൊക്കെ ഒന്ന് പാർക്ക് ചെയ്യണം. പാർക്ക് ചെയ്തതിന് ശേഷം വേണം ബാക്കിയുള്ള പരിപാടികൾ. വീട്ടിലേക്ക് കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കാനുണ്ട്. അപ്പം ഞാൻ വിചാരിച്ച അത് സാധനം വാങ്ങിച്ചതിന് ശേഷം മൂവിക്ക് കയറാമെന്ന് വിചാരിച്ചു. അപ്പോൾ സുനിയോട് പറഞ്ഞു, ആദ്യം മൂവി ടിക്കറ്റ് എടുത്തതിന് ശേഷം പോയിട്ട് സാധനങ്ങൾ വാങ്ങിക്കുക, എന്നാലേ സാധനം പെട്ടെന്ന് വാങ്ങിച്ച് തീരെ ഉള്ളൂ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഞങ്ങൾ ഡിസ്കഷൻ ചെയ്യായിരുന്നു എന്താ ചെയ്യേണ്ടതെന്ന്. അങ്ങനെ അപ്പം ആദ്യം പാർക്ക് ചെയ്യുക, എന്നതിന് ശേഷം നമുക്ക് ആലോചിക്കാം. അപ്പോൾ അങ്ങനെ ഞങ്ങൾ പാർക്ക് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. കാറൊന്ന് വാഷിങ്ങിന് കൊടുത്താലോ എന്ന് വിചാരിച്ചു. നല്ല ഡസ്റ്റ് ഉണ്ടായിരുന്നു കാരണം. പിന്നെ അത് വേണ്ടാന്ന് വെച്ചു. ഞങ്ങൾ പാർക്കിംഗ് ഏരിയയിലേക്ക് അങ്ങ് പോയി. എന്നിട്ട് ഞങ്ങൾ അവിടേക്ക് ഉള്ളിലേക്ക് കയറാൻ വേണ്ടി പോവുകയാണ് കേട്ടോ. സത്യം പറഞ്ഞാൽ അവിടെ ഫുള്ള് കാർ പാർക്കിൻ്റെ അവിടെ ഏരിയയിൽ ഫുള്ളും താഴത്ത് ഫുള്ളായിരുന്നു പാർക്കിങ്. അങ്ങനെ ഞങ്ങൾ പുറത്താണ് കാറ് പാർക്ക് ചെയ്തത്. അവിടുന്ന് ഞങ്ങൾ മെല്ലെ നടന്നു വന്നു. നല്ല വൈബായിരുന്നു കേട്ടോ രാത്രിയിൽ ശോഭ സിറ്റിയിൽ കാണാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഞങ്ങൾ 2 ആളും കൂടിയിട്ട് ഒരു ഫോട്ടോസ് മൂപ്പർക്ക് പിന്നെ തീരെ വെയ്യ, ചെറുങ്ങനെ പനിയുള്ളത് കൊണ്ട്. അങ്ങനെ പിന്നെ എന്നാലും മൂപ്പര് ആഗ്രഹമല്ലേ എന്ന് വിചാരിച്ചിട്ടാണ് ഞങ്ങൾ കൊണ്ടുപോയത്. അപ്പോൾ ആദ്യം തന്നെ പോയി ടിക്കറ്റ് എടുക്കാം, മൂവിക്ക് ടിക്കറ്റ് എടുക്കാമെന്ന് പറഞ്ഞു. എന്നാലേ നിൻ്റെ പർച്ചേസിങ് പെട്ടെന്ന് തീരുള്ളൂ എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ മൂവിക്ക് ടിക്കറ്റ് എടുത്ത് അതിന് ശേഷം അവന് ഹെയർ കട്ടിങ്ങിന് അവിടെ ഇരുത്തി. പിന്നെ ഞങ്ങൾ 2 ആളും കൂടിയിട്ട് ഒന്ന് ജസ്റ്റ് കറങ്ങി. കാരണം അത്ര നേരം അവിടെ വെയിറ്റ് ചെയ്യേണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട്. അവൻ തന്നെ പറഞ്ഞു കൊടുത്തോളൂ ഹെയർ എങ്ങനെയാണ് കട്ട് ചെയ്യേണ്ടത് എന്താണെന്നൊക്കെ. അപ്പോൾ ഞങ്ങൾ ജസ്റ്റ് ഒന്ന് കറങ്ങി വന്നപ്പോഴത്തേനും അവൻ്റെ ഹെയർ കട്ടിങ്ങും കാര്യങ്ങളൊക്കെ അവിടെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഫോൺ വിളിക്കാൻ വേണ്ടി പറഞ്ഞു. അപ്പോൾ അവിടെ ഇങ്ങനെ കറങ്ങുന്ന സമയത്താണ് നമ്മുടെ പൊട്ടാറ്റോ ഫ്രൈ കണ്ടത്. അപ്പോൾ ഒന്നൊരാഗ്രഹം, ഒന്ന് കഴിച്ചാലോ എന്ന് അങ്ങനെ വാങ്ങിച്ച് കഴിച്ചു കേട്ടോ. അങ്ങനെ ഞങ്ങൾ 2 പേരും ഒരു പൊട്ടാറ്റോ ഫ്രൈയും വാങ്ങിച്ച്. നല്ല സൂപ്പർ ടേസ്റ്റാണ്. ഞാൻ ഇപ്പോൾ ശോഭ സിറ്റി പോയിട്ടുണ്ടെങ്കിൽ ഇത് ഞങ്ങൾ വാങ്ങിക്കാതിരിക്കില്ല, ഭയങ്കര ടേസ്റ്റിയാണ്. അങ്ങനെ അതൊക്കെ കഴിച്ച് ഞങ്ങൾ മെല്ലെ അവിടെ സാധനങ്ങളൊക്കെ വാങ്ങിച്ച് മേപ്പെട്ട് എത്തിയപ്പോൾ അവൻ്റെ മുടിയൊക്കെ വെട്ടി സെറ്റായി, വാഷൊക്കെ ചെയ്ത് ഹെയർ സ്പ്രേ ഒക്കെ അടിച്ച് അവർ നല്ല സെറ്റാക്കി കൊടുത്ത് അടിപൊളി ആയിട്ടുണ്ട്. അപ്പോൾ അവന് ഹാപ്പിയായി. അവൻ പറഞ്ഞ പോലെ തന്നെ ആയിട്ടുള്ള ഹെയർ കട്ടിങ്ങും കാര്യങ്ങളൊക്കെ കിട്ടിയപ്പോൾ അങ്ങനെ ഞങ്ങൾ കുറച്ച് ഗെയിം കളിക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ ഉള്ളിലേക്ക് പോയി. അവിടെ അതാ വലിയൊരു ദിനോസറൊക്കെ കാണാൻ നല്ല രസമുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടുത്തെ കുറച്ച് സിസ്റ്റങ്ങളൊക്കെ മാറ്റിയിരിക്കണം. ആദ്യം കുറേ കളിക്കാനും അങ്ങനത്തെയൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ അതൊക്കെ മാറ്റിയിട്ട് പല ഏരിയകളിലാക്കിയിട്ട് നല്ല വിപുലീകരിച്ചിട്ടുണ്ട്. അങ്ങനെ ഞങ്ങളത് ഇരിക്കുമ്പോഴാണ് ഇത് കാണുന്നത്. അയ്യോ, ആ കുട്ടി എന്തൊരു കരച്ചിലായിരുന്നു. ഉറക്കെ തല തിരിഞ്ഞിട്ട് കുത്തനെയൊക്കെ ആയിട്ട് നിൽക്കുമ്പോൾ അവർ ഭയങ്കര ചില്ലാക്കി കരയുണ്ടായിരുന്നു കേട്ടോ. അത് കാണാൻ ഭയങ്കര രസമാണ്. മറ്റുള്ളവർ ഇങ്ങനെ കരയണ കാണാൻ, മറ്റുള്ള കരയല്ല, അവരുടെ എക്സ്പ്രഷൻ അത് കണ്ടിട്ട് കാട്ടണതൊക്കെ ഓരോന്ന് കാണാൻ വേണ്ടിയിട്ട് ഭയങ്കര. അപ്പോൾ അച്ചു കളിക്കാനൊക്കെ പോയപ്പോൾ ഞാനൊരു മസാജിന് അവിടെ ഇരുന്നു. ഞാൻ അങ്ങനെ പോസ്റ്റായിട്ട് നിൽക്കുകയായിരുന്നു. അപ്പോൾ ഞാൻ ഒരു മസാജ് അങ്ങ് ചെയ്താലോ എന്ന് വിചാരിച്ച് ഞാൻ മസാജ് ഇങ്ങനെ ഇരുന്നു. അപ്പോൾ അച്ചും സുനിയേട്ടനും കൂടിയിട്ട് കുറച്ച് ഗെയിമും കാര്യങ്ങളൊക്കെ കളിച്ച് അപ്പോൾ അവൻ്റെ കാര്യങ്ങൾ ഹാപ്പിയായി. കാരണം അവനിഷ്ടമാണ് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട്. ഞാൻ സുഖമായിട്ട് പോയിട്ട് നല്ല അടിപൊളി മസാജ് എന്ന് പറഞ്ഞാൽ ഉറക്കം വരുമായിരുന്നു കേട്ടോ. പിന്നെ ഇത്ര ക്രൗഡുള്ള കാരണം കൊണ്ട് നമുക്ക് ഉറങ്ങാനും പറ്റില്ലല്ലോ.
അതുകൊണ്ട് ഞാൻ നല്ല അടിപൊളി മസാജ് അങ്ങ് പാസ്സാക്കി. നല്ല അടിപൊളിയായിരുന്നു. അവൻ്റെ ഗെയിംസും കാര്യങ്ങളും ആയിട്ട് അവനെ എൻജോയ് ചെയ്ത് കളിക്കുകയായിരുന്നു കേട്ടോ. അവന് വേണ്ടിയിട്ട് പിന്നെ അവന് വേണ്ടിയിട്ടല്ല ഇപ്പോൾ ഈ ട്രിപ്പ് എന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ അവൻ്റെ ഇതിനായിട്ട് അങ്ങനെ വിട്ടു കൊടുത്തു. അവൻ അടിപൊളിയായിട്ട് എൻജോയ് ചെയ്യട്ടെ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ അത് അവൻ്റെ ഗെയിംസും കാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പോൾ ഞങ്ങൾ മൂവിക്ക് കയറണക്കാട്ട് മുന്നേ പോയിട്ട് ഭക്ഷണം കഴിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഭക്ഷണം കഴിച്ച ഒരു പോക്ക് ഭക്ഷണം കിഴിപ്പൊറോട്ട കഴിക്കണമെന്ന് വിചാരിച്ചിട്ട് വാങ്ങിച്ചപ്പോഴും നോക്കിയേ ഒരു ബാഡ് എക്സ്പീരിയൻസായി. ഒരു ടേസ്റ്റും ഇല്ലാത്ത കിഴിപ്പൊറോട്ട. ലാസ്റ്റ് ആ വായയിലുള്ള ചൊവ മാറ്റാൻ വേണ്ടിയിട്ട് ഐസ്ക്രീം വാങ്ങിച്ച് കഴിച്ചു. അടിപൊളി ഐസ്ക്രീം ആയിരുന്നു കേട്ടോ. അപ്പോൾ അതും കഴിച്ച് ഞങ്ങൾ സിനിമ തിയേറ്ററിൽ വന്നിരുന്നു. അങ്ങനെ ഇരുന്ന് സെറ്റായി ഐസ്ക്രീമും കഴിച്ച് ഒന്ന് കിടന്ന് സിനിമ കാണാമെന്ന് വിചാരിച്ചു. സുനിയേട്ടൻ ഐസ്ക്രീം വേണ്ട, ഭയങ്കര തണുപ്പാണ്, തൊണ്ടയ്ക്ക് വേദന വരും, പനിക്ക് അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ സുനിയേട്ടൻ കഴിച്ചില്ല. അങ്ങനെ ഞങ്ങൾ സിനിമ കണ്ട് അടിപൊളി സിനിമയായിരുന്നു. സിനിമ ഏത് മൂവിയാണ് കേട്ടോ കണ്ടത്. നല്ല സൂപ്പർ ലാലേട്ടൻ്റെ പടം. അപ്പോൾ അതൊക്കെ കണ്ട് ഇവിടുന്ന് പോകുമ്പോഴേന്ന് വിചാരിച്ചു നാട്ടിൽ പോയിട്ട് ദൃശ്യം കാണണമെന്ന്. പിന്നെ ഷോപ്പിങ്ങിൻ്റെ ഞാൻ വീഡിയോസ് ഒന്നും എടുത്തില്ല. ഷോപ്പിങ്ങിന് കയറി എങ്ങനെയാണ് എല്ലാവർക്കും അറിയില്ലേ. അപ്പോൾ ഈ കുഞ്ഞു വീഡിയോ ഇഷ്ടമായിട്ട് ലൈക്ക് ആൻഡ് ഷെയർ സബ്സ്ക്രൈബ്